ഗായ്സ് വെൽക്കം ടു മെഡ് ഹെഡ്. ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിലെ സർജിക്കൽ ഡ്രസ്സിങ്സ് നോക്കാൻ പോവാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്നാൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടെയാണ്. സോ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ സർജിക്കൽ ഡ്രസ്സിങ് നമുക്കറിയാം അല്ലേ, ഒരു മുറിവ് വന്നാൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുക. അത് മാത്രമാണ് ഉള്ളത്. അത് മാത്രമല്ല സർജിക്കൽ ഡ്രസ്സിങ്ങിന് കവറിങ്, അബ്സോർബിങ്, പ്രൊട്ടക്ടിങ്, സപ്പോർട്ടിങ് ഇഞ്ചുറി അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഡിസീസ്ഡ് ടിഷ്യൂ അല്ലെങ്കിൽ വൂണ്ട് കെയർ എന്നൊക്കെ ഒരുപാട് യൂസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ദേഹത്ത് വൂണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, സർജിക്കൽ ഡ്രസ്സിങ് വെച്ചിട്ട് അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. പുറത്തുള്ള പൊടികളിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാറുണ്ട്. സോ നോർമലി ഇതാണ് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ് കൊണ്ട് ചെയ്യുന്നത്. സോ കാറ്റഗറീസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്. പേര് പറയുന്നത് പോലെ തന്നെ പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്. നമ്മൾ എന്തിനാ ചെയ്യുന്നത്, വൂണ്ടിലേക്ക് നമ്മൾ ഡയറക്ട്ലി വെക്കുവാണ് ചെയ്യുന്നത്. നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൂണ്ടിൽ വരുന്ന സെക്രീഷൻസ്, അതായത് പസ്സൊക്കെ ഉണ്ടാവുമല്ലോ, പഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ഡ്രസ്സിംഗ് ആണ് പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയാം. സോ മിനിമൈസ് മാക്രിയേഷൻ ആൻഡ് റെസിസ്റ്റന്റ് മൈക്രോബിയൽ എൻട്രി. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓപ്പൺ വൂണ്ട് ആണെങ്കിൽ ഉറപ്പായിട്ടും മൈക്രോബിയൽ എൻട്രി ഉണ്ടാവാനും മൈക്രോബിയൽ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഒരു സെപ്സിസിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈമറി വൂണ്ട് ഡ്രസ്സിങ്സുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോൺ അഡ്ഹെറിംഗ് ഡ്രസ്സിങ്സ് ഇൻക്ലൂഡ് സ്പെഷ്യലൈസ്ഡ് ഗോസ് ആൻഡ് ട്രാൻസ്പെറന്റ് ഡ്രസ്സിംഗ് ആർ കോമൺ. സോ നമുക്ക് ഒട്ടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡ്രസ്സിങ്സ് ഉണ്ടാവുമല്ലോ, അതായത് നമുക്ക് എല്ലാവർക്കും മറ്റേ ഗോസ് ഒക്കെ പോലെ നല്ല കട്ടിയുള്ള ഗോസ് ഉണ്ടാവുമല്ലോ. സോ നോൺ അഡ്ഹെറിംഗ് ഡ്രസ്സിങ്സ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ഗോസ് ഉണ്ട്, ട്രാൻസ്പെറന്റ് ഡ്രസ്സിങ്സ് ഒക്കെ കോമൺ ആയിട്ട് നമ്മൾ നൗ ഡേയ്സ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുള്ളതാണ്. സോ ഇതെല്ലാം വരുന്ന എവിടെയാണ്, പ്രൈമറി വൂണ്ട് ഡ്രസ്സിംഗ് ആണ്. സോ പ്രൈമറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൂണ്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു എയിം വെച്ചിട്ടാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് അബ്സോർബൻസ് ആണ്. സോ അബ്സോർബൻസ് പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഇൻക്ലൂഡ്സ് മെറ്റീരിയൽ ലൈക്ക് അബ്സോർബൻ കോട്ടൺ വൂൾ ഡിറൈവ്ഡ് ഫ്രം ഗോസിപ്പിയം സീഡ്സ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോട്ടന്റെ ഒരു ബയോളജിക്കൽ സിസ്റ്റം നമുക്കറിയാം അല്ലേ. സോ ഗോസിപ്പിയം സീഡ്സിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സോർബൻ കോട്ടൺ വൂൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. യൂസ് ഫോർ വൂണ്ട് എക്സ്റേറ്റ് അബ്സോർപ്ഷൻ, ക്ലീനിങ് ആൻഡ് പ്രൊവൈഡിങ് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. സോ പ്രൊട്ടക്ഷൻ കൊടുക്കുക, ക്ലീൻ ചെയ്യുക, അബ്സോർബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രൈമറി എയിം. ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഓൺ വെൽ കാർഡഡ് ബ്ലീച്ച്ഡ് ഫൈബേഴ്സ് ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റി. സോ ഈ അബ്സോർബൻ കോട്ടണിന്റെ പ്രത്യേകതയുണ്ട്, അത് ഇമ്പ്യൂരിറ്റി ഫ്രീ ആയിരിക്കും, ബ്ലീച്ച്ഡ് ഫൈബേഴ്സ് ആയിരിക്കും, അത് മാത്രമല്ല വെൽ കാർഡ് ആയിരിക്കും, അതായത് അറേഞ്ച്മെന്റ് ഒക്കെ പക്കയായിരിക്കും. സോ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അബ്സോർബൻ കോട്ടൺ ഉണ്ടാവില്ല. പേര് തന്നെ നമുക്കറിയാം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബാൻഡേജ് ആണ്. സോ ബാൻഡേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുക, ബോഡി മൂവ്മെന്റ്സുകൾ റെസ്ട്രിക്ട് ചെയ്യുകയും അതുമാത്രമല്ല അല്ലെങ്കിൽ ആ ഡ്രസ്സിങ്സ് നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടാണ് ബാൻഡേജസ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ എങ്ങനെയാ ബാൻഡേജ് ഒക്കെ ഒട്ടിക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും അല്ലേ. ആ ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ വൂണ്ടിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ വൂണ്ടിൽ അത് ഫിക്സഡ് ആയിട്ട് ഇരിക്കുവാണ് ചെയ്യുക. സോ കോമൺ ടൈപ്പ് ഇൻക്ലൂഡ് ഗോസ് റോൾ ബാൻഡേജ്, മുസ്ലിൻ ബാൻഡേജ്, എലാസ്റ്റിക് ബാൻഡേജ്, വൂവ് ആൻഡ് ക്രേപ്പ്, കൺഫോമിംഗ് ബാൻഡേജ് ആൻഡ് ഹൈ ബൾക്ക് ബാൻഡേജ്. സോ ഇത്രയും എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് നോക്കി വെക്കുക എന്തൊക്കെയാണ് വരുന്നത്, ഗോസ് റോൾ ബാൻഡേജ്, മുസ്ലിൻ ബാൻഡേജ്, എലാസ്റ്റിക് ബാൻഡേജ് ആൻഡ് കൺഫോമിംഗ് ബാൻഡേജ് ആൻഡ് ഹൈ ബൾക്ക് ബാൻഡേജ്. ട്രയാങ്കുലർ ബാൻഡേജസ് സെർവ് വേരിയസ് പേർപ്പസ് ലൈക്ക് ഹെഡ് ഡ്രസ്സിങ്സ് ആൻഡ് ആം സ്ലിംഗ്. സോ നോർമലി ആം സ്ലിംഗ്സിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഹെഡ് ഡ്രസ്സിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കുലർ ബാൻഡേജസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് അഡസീവ് ടേപ്പ് ആണ്. സോ അഡസീവ് ടേപ്പ് എന്ന് വെച്ചാൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടേപ്പ്, അതായത് മനസ്സിലാക്കാം. സോ റബ്ബർ ബേസ്ഡ് ഓർ അക്രിലേറ്റ് അഡസീവ് ടേപ്സ് ആർ യൂസ്ഡ് ഫോർ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ. സോ ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ സർജറിക്ക് ശേഷവും നമുക്ക് എന്താണ് മൂവ്മെന്റുകൾ റെസ്ട്രിക്ട് ചെയ്യാനും അതുമാത്രമല്ല നമ്മുടെ ടിഷ്യൂസിനെ ഇൻടാക്ട് ആയിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു അഡസീവ് പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് അഡസീവ് ടേപ്പ്. So may cause skin reaction and their removal can result in vasodilation or skin stripping. So normally നമ്മൾ ഇങ്ങനെയുള്ള അഡ്ഹസീവ് ടേപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിൻ റിയാക്ഷൻസ് കാണാറുണ്ട്, ചില ആൾക്കാരിൽ കാണാറുള്ളൂ. അത് മാത്രമല്ല നമ്മളിത് റിമൂവ് ചെയ്യുന്ന സമയത്ത് സ്കിൻ സ്ട്രിപ്പിങ്ങോ അല്ലെങ്കിൽ വാസോഡൈലേഷനോ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്ഹസീവ് ടേപ്പ് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒട്ടിച്ച് വിടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വാസോഡൈലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുമാത്രം
മാത്രമല്ല സ്കിൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, സ്ട്രിപ്പിംഗ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ ബേസിക്കലി ഇവിടെ നിന്ന് നമ്മൾ അറിയേണ്ടത് എന്താണ്, അത് നമ്മൾ സർജറിക്ക് മുന്നെയോ അല്ലെങ്കിൽ സർജറിക്ക് ശേഷമോ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബേസ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം വാസോ ഡൈലേഷനും സ്കിൻ സ്ട്രിപ്പിംഗ്. അതായത് നമ്മുടെ സ്കിന്നാണെങ്കിൽ പീൽ ചെയ്യൂലേ, നമ്മുടെ സ്കിന്നൊക്കെ ഇളകി പോവില്ലേ ചെറിയ ചെറിയ ഫ്ലേക്സ് ആയിട്ട്, അതുപോലെ ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് സെൽ അഡ്ഹസീവ് പ്ലാസ്റ്റേഴ്സ് ആണ്. കൺസിസ്റ്റ് ഓഫ് സെൽ അഡ്ഹസീവ് മാസ് ഓൺ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ. സോ ഒരു സപ്പോർട്ടിംഗ് മെറ്റീരിയൽ നമ്മൾ കൊടുക്കും. നോർമലി ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും. ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ഒരു ചെറിയൊരു സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ക്ലോത്ത് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചുറ്റിയതിനു ശേഷം പുറത്താണ് നമ്മൾ ഈ അഡ്ഹസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക അല്ലേ. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. കൺസിസ്റ്റ് ഓഫ് സെൽ അഡ്ഹസീവ് മാസ് ഓൺ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ. സപ്പോർട്ടിംഗ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കമ്പികളും അതുമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സിമെന്റും ഒക്കെ നമ്മൾ ചേർക്കുക അല്ലേ. അതേപോലെ തന്നെയാണ് സെൽ അഡ്ഹസീവ് മാസ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു സപ്പോർട്ടിംഗ് മെറ്റീരിയലും കൂടെ ഉണ്ട്. എക്സാമ്പിൾ ഇൻക്ലൂഡ് ബെലഡോണ പ്ലാസ്റ്റേഴ്സ് ഫോർ കൗണ്ടർ ഇറിറ്റേഷൻ ആൻഡ് വാട്ടർ പ്രൂഫ് മൈക്രോപോറസ് പ്ലാസ്റ്റേഴ്സ്. സോ എക്സാമ്പിൾ വരുന്നത് ബെലഡോണ പ്ലാസ്റ്റേഴ്സ് ആണ് ഫോർ കൗണ്ടർ ഇറിറ്റേഷൻ ആൻഡ് വാട്ടർ പ്രൂഫ് മൈക്രോപോറസ് പ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കേട്ടോ. സോ ഇതാണ് എക്സാമ്പിൾ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈ സർജിക്കൽ ഗോസസ് ആണ്. ഫംഗ്ഷൻ ടു പ്രൊവൈഡ് അബ്സോർബൻ മെറ്റീരിയൽ വിത്ത് സഫിഷ്യന്റ് ടെൻസൈൽ സ്ട്രെങ്ത്. സോ നോർമലി ഇവിടെ അബ്സോർബിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതിന്റെ കൂടെ തന്നെ ഒരു ടെൻസൈൽ സ്ട്രെങ്തും കൊടുക്കുന്നുണ്ട്. സോ മെയ്ഡ് ഫ്രം മെക്കാനിക്കലി ക്ലീൻഡ് റോ കോട്ടൺ ഫൈബർ വൂഡ് ഇൻ ടു ഓപ്പൺ മെഷ് ക്ലോത്ത്. സോ നോർമലി നമ്മൾ ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ ഫൈബേഴ്സിനാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. സോ അബ്സോർബൻ ഗോസ് പാഡ്, നോൺ വോ സർജിക്കൽ സ്പോഞ്ച് ആൻഡ് മെഡിക്കേറ്റഡ് ഗോസ് വേരിയേഷൻസ് ആർ അവൈലബിൾ. സോ സർജിക്കൽ ഗോസുകൾ ഏതൊക്കെയാ, അബ്സോർബൻ ഗോസ് അവൈലബിൾ ആണ്, ഗോസ് പാഡ് വലിയ പാഡായിട്ട് കിട്ടും, നമുക്ക് റോള് കിട്ടും കേട്ടോ. സോ നോൺ വൂവൺ സർജിക്കൽ സ്പോഞ്ച്, സോ വൂവൺ ചെയ്യാത്ത നമുക്ക് സർജിക്കൽ സ്പോഞ്ച് അവൈലബിൾ ആണ്. മെഡിക്കേറ്റ് ഗോസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഡ്രഗ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. സോ അങ്ങനെയുള്ള ഗോസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. സോ ട്രീറ്റ് ഫൈബർ വിത്ത് അയോഡൈസ്ഡ് സിങ്ക് ക്ലോറൈഡ് ഒബ്സർവ് അണ്ടർ മൈക്രോസ്കോപ്പ്. സോ നമ്മൾ മൈക്രോസ്കോപ്പ് സിങ്ക് ക്ലോറിൻ വെച്ച് നമ്മൾ അയോഡൈസ്ഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുവാണെങ്കിൽ ടേൺ വയലറ്റ് ആൻഡ് സിംഗിൾ സെൽ സ്ട്രക്ചർ ഇസ് സീൻ. അപ്പോൾ സിംഗിൾ സെൽ സ്ട്രക്ചറും കാണാൻ പറ്റും, അത് വയലറ്റ് കളറിൽ മാറുകയും ചെയ്യും കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ആണ്. സോ പ്രൊസീജിയർ മാസുറേറ്റ് ടെസ്റ്റ് പി എച്ച്. സോ മാസുറേറ്റ് ചെയ്യുക, എന്നിട്ട് പി എച്ച് നോക്കുക. സോ പി എച്ച് ന്യൂട്രൽ ആയിരിക്കും, കളർ ചേഞ്ച് എൻ പോയിന്റിൽ ഉണ്ടാവില്ല കേട്ടോ. സോ നോർമലി അസിഡിറ്റി ആൽക്കലിനിറ്റി ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതിനെ മുക്കി വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ മുക്കി വെച്ച ആ വെള്ളമല്ലേ അതിന്റെ പി എച്ച് നോക്കുകയാണ് നോർമലി ചെയ്യുക. സോ ഇതിന്റെ ടെസ്റ്റിന്റെ പ്രൊസീജിയർ ഞാൻ വലുതായിട്ടൊന്നും കൊടുത്തിട്ടില്ല, കാരണം എന്താണ് നമുക്ക് അതിന്റെ ആവശ്യമില്ല, അത്രയൊന്നും പി എസ് സിക്ക് ഒന്നും ചോദിക്കുന്നില്ല. സോ നമുക്ക് എൻ പോയിന്റ് പഠിക്കാം, പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് മാത്രം പഠിച്ചു പോയാൽ മതി. സോ നെക്സ്റ്റ് സർഫസ് ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. സോ പ്രൊസീജിയർ ഷേക്ക് എക്സ്ട്രാക്ട് ഒബ്സർവ് ഫ്രോത്ത്. നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്യണം, നമ്മൾ ഒരു മീഡിയം ആഡ് ചെയ്തതിനു ശേഷം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രോത്ത് പത എത്ര ഉണ്ടെന്ന് നോക്കുക. സോ ലിമിറ്റഡ് ഫ്രോത്ത് ഫോർമേഷൻ, നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, നോട്ട് മോർ ദാൻ 2 മില്ലിമീറ്റർ. 2 മില്ലിമീറ്ററിന് മേലെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഫ്രോത്ത് പോകാൻ പാടില്ല. നെക്സ്റ്റ് ഫ്ലൂറസെൻസ് ആണ്. സോ എക്സാമിന് ഉണ്ട് യു വി ലൈറ്റിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫൈബേഴ്സിനെ ചെക്ക് ചെയ്യുന്നു. സ്ലൈറ്റ് ബ്രൗണിഷ് വയലറ്റ് ഫ്ലൂറസെൻസ്, ചെറിയൊരു ബ്രൗണിഷ് ആയിട്ടുള്ള വയലറ്റ് ഫ്ലൂറസെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയുമാണ് ഫ്ലൂറസെൻസിൽ വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് കളറിംഗ് മാറ്റർ ആണ്. എക്സ്ട്രാക്ട് വിത്ത് ആൽക്കഹോൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ ഫൈബറിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സാമിൻ ഫോർ കളർ, എന്നിട്ട് എന്ത് ചെയ്യുക, കളർ ഉണ്ടോ നോക്കുക. സോ ഫെയിൻറ്റ് യെല്ലോ ടിഞ്ച് ഒബ്സർവ്ഡ്, നമുക്കൊരു ചെറിയൊരു മഞ്ഞ കളർ കാണാൻ പറ്റും കേട്ടോ. സോ നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്കിൽ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ചെറിയൊരു മഞ്ഞ കളർ നമുക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് വാട്ടർ സോലുബിൾ ആൻഡ് ഈതർ സോലുബിൾ സബ്സ്റ്റൻസ്. സോ വാട്ടർ സോലുബിളും ഈതർ സോലുബിൾ സബ്സ്റ്റൻസിനും ഒരേ വാല്യൂ തന്നെയാണ്, 0.5% കൂടാൻ പാടില്ല, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്. സോ എളുപ്പമാണ് പഠിക്കാൻ. സോ എക്സ്ട്രാക്ട് ചെയ്യുക, ഇവാപ്പറേറ്റ് ചെയ്യുക, ഡ്രൈ റെസിഡ്യൂവൽസ് നോക്കുക. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എക്സ്ട്രാക്ട് ചെയ്യണം. വാട്ടർ സോലുബിൾ ആണെങ്കിൽ വാട്ടറിൽ എക്സ്ട്രാക്ട് ചെയ്യുക, ഈതർ സോലുബിൾ ആണെങ്കിൽ ഈതറിൽ എക്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഇവാപ്പറേറ്റ് ചെയ്യുക, ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന മിക്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, 0.5 കൂടാൻ പാടില്ല. ഇപ്പൊ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ വാട്ടർ സോലുബിൾ ആണ് നമുക്ക് അറിയണ്ടെങ്കിൽ വാട്ടറിൽ മിക്സ് ചെയ്യുക ഫൈബറിനെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവാപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്ത് ഇവാപ്പറേറ്റ് ഡ്രൈ ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്ന റിസൾട്ടുകൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈതറിനും ചെക്ക് ചെയ്യുക.
സോ സൾഫേറ്റ് ഡാഷ് ആണ്. സോ പ്രൊസീജിയർ ഇഗ്നൈറ്റ് കൂൾ ആഡ് H2SO4 വേ. സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കത്തിക്കണം, തണുപ്പിക്കുക, അതിനുശേഷം H2SO4 ആഡ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യുക. സോ നോട്ട് മോർ ദൻ 0.5% റെസിഡ്യൂൽ ആഷ്. അപ്പൊ എന്ത് ചെയ്യുക, നമുക്ക് ആഷിൽ എന്ത് ചെയ്യാൻ പാടില്ല, 0.5% റെസിഡ്യൂൽ കൂടുതൽ കാണാൻ പാടില്ല. എത്രയാണ്, 0.5% സൾഫേറ്റ് കാണാൻ പാടില്ല കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ലോസ് ഓൺ ഡ്രൈയിങ് ആണ്. നോട്ട് മോർ ദൻ 8% ആണ് ലോസ് ഓൺ ഡ്രൈയിങ് വരുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ, അധികമൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് യൂസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടെസ്റ്റുകൾ എങ്ങനെയാണെന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതിയായിരിക്കും. ടെസ്റ്റിന്റെ വാല്യൂസ് ആണ് ഇമ്പോർട്ടൻസ്. കാര്യം അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും വരിക കേട്ടോ. സോ ടെസ്റ്റിന്റെ വാല്യൂസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. ബൈ ദ ബൈ.